നീലേശ്വരത്തെ ആകാശപാതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം ജനകീയ സമരസമിതി കൂടുതൽ ശക്തമാക്കുന്നു. ഇതിന്റെ ഭാഗമായി അനിശ്ചിതകാല പ്രക്ഷോഭത്തിന്റെ 126ാം ദിനമായ ജൂലൈ 26-ന് പ്രവർത്തകർ സമൂഹ നിരാഹാര സമരം നടത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ദേശീയപാത വികസനത്തിൽ നീലേശ്വരത്തോട് മാത്രം കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും നഗരത്തെ വിഭജിക്കാതെ തൂണുകളോട് കൂടിയ ആകാശപാത അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് നടത്തിവരുന്ന അനിശ്ചിതകാല പ്രക്ഷോഭത്തിന്റെ 126ാം ദിനത്തിലാണ് ജനകീയ സമരസമിതി നേതൃത്വത്തിൽ സമൂഹ നിരാഹാരം അനുഷ്ഠിച്ചത്. RSP കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഹരീഷ് P. നമ്പ്യാർ സമരം ഉദ്ഘാടനം ചെയ്തു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പോലെയുള്ള പ്രൊജക്ട് തയ്യാറാക്കി എവിടെയും ചർച്ച ചെയ്യാതെ നടത്തിയ നിർമ്മാണത്തിന്റെ ഫലമായിട്ടാണ് ദേശീയപാതയോട് ഇത്രയേറെ ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനത്ത് എതിർപ്പുകൾ വന്നിട്ടുള്ളത്. സാധാരണ ഭരണഘടനാ അവകാശങ്ങളിൽ പെട്ടിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ് ഈ ദേശീയപാത നിർമ്മാണം. ദേശീയപാതയുടെ പടിഞ്ഞാറും കിഴക്കും താമസിക്കുന്നവർ തമ്മിൽ ഇന്ന് 50 മീറ്റർ ദൂരം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 3-4 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ദേശീയപാതയുടെ അപ്പുറവും ഇപ്പുറവും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ചിരുന്നവർ ഇന്ന് മരണമോ കല്യാണമോ അങ്ങനെയുള്ള ദിവസങ്ങളിൽ പോലും പരസ്പരം കാണാത്ത കുടുംബങ്ങളായിട്ട് മാറി. ഇഴജന്തുക്കളടക്കമുള്ള ജീവികൾക്ക് പടിഞ്ഞാറ് എനിക്ക് തോന്നുന്നത് പടിഞ്ഞാറ് ഭാഗത്ത് ഈ പറയുന്ന ജന്തുക്കളൊന്നും ഉണ്ടായില്ല. മനുഷ്യരൊഴികെയുള്ള ജന്തുക്കളൊന്നും പടിഞ്ഞാറ് ഭാഗത്ത് കാണാൻ സാധ്യത കുറവാണ്. ഈ രീതിയിൽ മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടഞ്ഞ ഒരു പദ്ധതി വേറെയില്ല. ചടങ്ങിൽ സമരസമിതി ചെയർമാൻ TCV ശ്രീനാഥ് ശശി അധ്യക്ഷനായി. ട്രഷറർ മുഹമ്മദ് കോട്ടായി സ്വാഗതം പറഞ്ഞു. RSP ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വിജയൻ, ചെറുവത്തൂരിലെ 157 ദിവസം നീണ്ട ജനകീയ സമരത്തിന്റെ മുൻനിര പോരാളി KP രാമകൃഷ്ണൻ, ജനകീയ സമരസമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സൈനുദ്ദീൻ സാഹിബ്, സമരസമിതിയിലെ മുതിർന്ന അംഗം രാജു രാമൂട്ടി, രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് വിനോദ് അരമന എന്നിവർ സംസാരിച്ചു. നീലേശ്വരത്തിന്റെ ജീവൻ മരണ പോരാട്ടമായി മാറിയ സമരത്തിൽ നിരവധി സംഘടനകളും വ്യാപാരികളും പൊതുജനങ്ങളും എല്ലാം പങ്കാളികളായി. പൊതുവായ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സമരസമിതിയുടെ തീരുമാനം. വൈകുന്നേരം 5 മണിയോടെയാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുത്ത്